നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും ആൻറ്റി ഏജിങ്ങിനെ കുറിച്ച് വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് സംബന്ധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എപ്പോൾ കണ്ടാലും നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് എല്ലാ ആൾക്കാർക്കും അറിയേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏജിനെ, അതായത് ഇപ്പം ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുഖത്തെ ചുളിവുകളോ അങ്ങനത്തുള്ള കാര്യങ്ങളും മാത്രമൊന്നുമല്ല. നമുക്ക് ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ, 50, 60, 70 അല്ലെങ്കിൽ 80 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ശരിക്കും 25, 30 വയസ്സുള്ള ആൾക്കാരെക്കാട്ടിലും വളരെ ആക്റ്റീവായിട്ട് പെരുമാറുകയും ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഏജ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച വർഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജ്. പക്ഷെ നമുക്കൊരു ജനറ്റിക് ഏജ് ഉണ്ട്. ജനറ്റിക് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ DNA വഴി നമുക്ക് കൈമാറി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ DNA ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ കൊണ്ട്, അതായത് ആ ഒരു രീതിയിൽ ഒരു ഏജിങ് പ്രോസസ്സ് നമുക്ക് നടക്കുന്നുണ്ട്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന, മാറ്റം എന്നല്ല, അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഏജിങ് നമുക്ക് പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് നേരത്തെ പറഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ, അത് നമ്മുടെ ഷുഗറാണ്. ഷുഗറിനെ നമ്മളെപ്പോഴും പറയാറുള്ളത് വൈറ്റ് പോയ്സൺ എന്ന് തന്നെയാണ്, അതായത് വെളുത്ത വിഷം എന്ന് പറയുന്ന ഷുഗർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ മധുരം കഴിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഏതിൽ, നമ്മളിപ്പം ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഐസ്ക്രീംസും ലഡു, ജിലേബി ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് മധുരമാണ് നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മധുരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏതൊരു കണ്ടീഷനെയും വേഴ്സ് ആക്കുന്ന ഒരു ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മധുരമാണെന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, നമ്മൾ കുറച്ച് ഡയബറ്റിക് ആവാനുള്ള ഒരു സാധ്യതയുള്ള ഒരാളാണെന്ന് വെച്ചോ. എന്നാൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യത ഇല്ലാത്തവർക്ക് മധുരം കഴിച്ചാൽ വലിയ പ്രശ്നം വരാറില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡയബറ്റിക് ആവും. അപ്പോൾ ഈ ഡയബറ്റിക് ആവുന്ന സമയത്ത് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നല്ല രീതിയിൽ തന്നെ കൂടും. അപ്പോൾ ഈ ബോഡിയിൽ എപ്പോഴും ഷുഗറിൻ്റെ അംശം കൂടുന്ന സമയത്ത് ഓരോ സെല്ലിലും നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ എന്താ പറ്റുക, നീർക്കെട്ടുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ സെല്ലുകൾ വേഗം തന്നെ വയസ്സാവും. അപ്പോൾ ഇതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അതിനും മുന്നേ തന്നെ പെട്ടെന്ന് സെല്ല് നശിക്കാനോ അല്ലെങ്കിൽ ഏജ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ ഈ ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിനോമിനനാണ് സാധാരണ ഷുഗർ കൂടി അങ്ങനത്തെ ഒരു ഇതിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, അത് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കാം. അതുപോലെ നെഫ്രോപ്പതി, നമ്മുടെ കിഡ്നിയെയൊക്കെ ബാധിക്കുന്നത്, ന്യൂറോപ്പതി, ഞരമ്പുകളെ അങ്ങനെയൊക്കെ പല രീതിയിൽ ബാധിക്കുന്നതും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റ് വന്ന് അതിലൊരു ഇഫക്റ്റ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നമുക്കൊരു ബുദ്ധിമുട്ട് ഡയബറ്റിസ് കൊണ്ടുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഷുഗർ കഴിക്കുന്നവർക്ക് ഡയബറ്റിസ് വരും എന്നുള്ളതല്ല. പക്ഷേ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് സെൽ ഡാമേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകുന്നതുകൊണ്ടാണ്. ഈ സെയിം തന്നെയാണ് ഒരു ശരാശരി നോർമൽ ആൾക്കും ഷുഗർ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഷുഗർ ഉണ്ടാക്കുന്നൊരു തിക്ത വശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷുഗർ കഴിക്കും തോറും നമുക്ക് ഡീഹൈഡ്രേഷൻ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും. അതിപ്പോൾ ഷുഗറിന് മാത്രമല്ല, സോൾട്ടിന് നമ്മൾ പറയാറുണ്ട്. ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കും ഈ എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി വരണ്ട പോലെ ഒരു ലുക്കായിരിക്കും നമ്മൾ കാണുമ്പോൾ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്, അതുപോലെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കൂടുതൽ വരാനുള്ള ഒരു സാധ്യത ഇത്തരത്തിൽ മധുരം കൂടുതൽ കഴിക്കുന്ന സമയത്തുണ്ട്. പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർ, ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല, ഞാൻ ചോറ് കഴിക്കില്ല, ഞാൻ രാത്രി ചോറ് കഴിക്കത്തില്ല, ചോറിന് ക്വാണ്ടിറ്റി കുറവാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും കഴിക്കില്ല. അപ്പം പക്ഷേ എനിക്ക് എന്നാലും വണ്ണമുണ്ട്. എന്നാൽ എന്നെക്കാട്ടിലും മെലിഞ്ഞിരിക്കുന്ന, തീരെ മെലിഞ്ഞ ഒരാൾ നിറയെ ചോറ് കഴിക്കും, എന്നെക്കാട്ടി നല്ല ഭക്ഷണം കഴിക്കും, ദോശ കഴിക്കും, എല്ലാം കഴിക്കും എന്ന് പറയും. പക്ഷെ അയാൾ മെലിഞ്ഞായിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയും. സെയിം ഞാൻ ആദ്യം പറഞ്ഞ ഇൻഫ്ലമേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ മെറ്റബോളിക് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ആ മെലിഞ്ഞിരിക്കുന്ന ആളിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവർ അധികമായിട്ട് മധുരം എടുക്കുന്നവരായിരിക്കില്ല. എസ്പെഷ്യലി ബേക്കറി ഐറ്റംസ്, അതായത് ഇപ്പം കുക്കീസോ ബിസ്ക്കറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരെടുക്കുന്നുണ്ടാവില്ല. അവർ കഴിക്കുന്ന ചോറ് തന്നെ വളരെ സാവകാശമായിരിക്കും അവർ ആ ചോറായാലും എന്ത് ഫുഡായാലും കഴിക്കുന്നത്. അതൊരു നേച്ചറാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ പറഞ്ഞത്
നല്ലതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മധുരം പ്രത്യേകിച്ച് അവരധികം കഴിക്കുന്നവരല്ല. പക്ഷെ മധുരം കഴിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെയിറ്റ് വയ്ക്കുന്നതും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചോക്ലേറ്റ്, ഇപ്പം ഉദാഹരണം പറയാൻ നട്ട്സൊക്കെ വെച്ചൊരു ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അത്യാവശ്യം ഒരു 300 ഗ്രാമെങ്കിലും കൂടാനുള്ളൊരു സാധ്യത പല ആൾക്കാർക്കും കാണാറുണ്ട്. അപ്പോൾ അത് വളരെ വിഷമത്തോടാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ഷുഗറിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ഏജ് ചെയ്യുമെന്ന് പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ വരുമെങ്കിൽ ആ ഏജിങ് പ്രോസസ്സിനെ നല്ല രീതിയിൽ തന്നെ ത്വരിതപ്പെടുത്തും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു മധുരം കഴിക്കുന്നത് നിങ്ങൾ അങ്ങനെ ബാധിക്കാറുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ മധുരം കഴിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡീഹൈഡ്രേഷൻ അല്ലെ അതിൻ്റെ ഭാഗമായിട്ട് മധുരം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് സാധാരണ ഉണ്ടാക്കും. പിന്നെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ വരുന്ന സ്കിൻ കംപ്ലയിൻസ്, ഇപ്പോൾ എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള കണ്ടീഷനിൽ ഈ മധുരം കൂടുതൽ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കോ സ്കിന്നിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻ വേഴ്സ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷേ ആ ഒരാഴ്ച നല്ല മധുരം കഴിച്ചു, അതിനുശേഷം നന്നായി കൂടി. അവർ മധുരം കഴിക്കുന്നതിനെ പറ്റി ഓർക്കില്ല, പക്ഷെ മധുരം ഒരു വലിയ ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ വലിയ അസുഖങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, വളരെ നമ്മൾ ഭയപ്പെടുന്ന പല അസുഖങ്ങൾക്കും എപ്പോഴും പറയാറുള്ളത് സെൽ ഡിവിഷനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ഷുഗറിൻ്റെ അളവ് എത്രത്തോളം ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഈ സെല്ലുകൾ അനാവശ്യമായി വളരുന്നതോ അല്ലെങ്കിൽ അതിനെ പോഷകം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്ത് ആ ഷുഗർ നമ്മൾ കട്ട് ചെയ്താൽ തന്നെത്താൻ ഇതെല്ലാം ഡീജനറേറ്റ് ചെയ്ത് അത് നശിച്ചു പോവും. അതുമാത്രമല്ല ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ നല്ല സെല്ലുകൾ കുറച്ചും കൂടെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഷുഗർ മാത്രമാണോ പ്രശ്നം എന്ന് പല ആൾക്കാരും ചോദിക്കും. മധുരത്തിന് വേണ്ടി വേറെ എന്തെങ്കിലും ഉപയോഗിക്കട്ടെ, ശർക്കരയോ അല്ലെന്നുണ്ടെങ്കിൽ കരിപ്പട്ടിയോ അല്ലെങ്കിൽ തേനോ, ഇനിയിപ്പോൾ ഷുഗർ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് 0 കാലറി ഷുഗർ എന്നൊക്കെ പറഞ്ഞ സംഭവം കിട്ടും, അതൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കും. എപ്പോഴും എല്ലാ ഷുഗറും ഈ മധുരത്തിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ വൈറ്റ് ഷുഗറിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് യാതൊരു രീതിയിലുള്ള ന്യൂട്രിയൻസും ഇല്ല എന്നുള്ളതാണ് അത് ഏറ്റവും വേഴ്സാക്കുന്നൊരു കാര്യം. ശർക്കരയിലൊക്കെയാണ് കുറച്ച് അയണോ സിങ്കോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്, കരിപ്പട്ടിയിലും ഒക്കെ. പക്ഷേ ഇതിനകത്ത് അതൊന്നുമില്ല. എങ്കിലും മധുരമെല്ലാം മധുരം തന്നെയാണ്. അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു കാര്യം ശീലിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്കാണ് ആദ്യം ശീലിപ്പിക്കുന്നത്. എല്ലാവരും സ്നേഹത്തോടെ ചെയ്യുന്നൊരു കാര്യം, കുഞ്ഞിന് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇതിങ്ങനൊരു ശീലം പോലെ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. വളരെ ചെറിയ പ്രായത്തിലേ കൊടുത്തു തുടങ്ങുമ്പോൾ അതൊരു അഡിക്ഷനാണ്. മാത്രമല്ല ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ, ഈവൻ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തെ വരെ ബാധിക്കാൻ പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിലെ ഇത് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മളത് ശീലിക്കുന്നത് തന്നെ ഇല്ലാതാക്കും. അപ്പോൾ അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ നമുക്കത് വേണം തോന്നില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരത്തിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.